നമ്മുടെ ഫാമി റോസ്റ്റഡ് ചിക്കൻ. ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. പിന്നെ KFCയിൽ ഫ്രൈഡ് ചിക്കൻ കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത് സീക്രട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്ന ഒരു നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ എടുക്കാട്ടെ ഏറ്റവും നല്ലത്. അപ്പോൾ അതാ നമുക്ക് ആദ്യം 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കണം ചിക്കന്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചിക്കൻക്ക് പാകത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ സുർക്ക, 1/2 ടീസ്പൂൺ സോഡ പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം പേസ്റ്റാക്കിയത് വേണം കേട്ടോ ചേർത്തെടുക്കാനായിട്ട്. അത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങളടുത്ത് പൗഡർ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ഓണിയൻ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്തിപ്പം ഓണിയൻ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ഓണിയൻ്റെ പകുതി എടുത്തിട്ട് സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ചിക്കന് ഞാൻ 1 കിലോത്തിന് കുറച്ച് കൂടുതലുണ്ട്. അപ്പം സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം ഒട്ടും പാടില്ല കേട്ടോ, നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു മുണ്ട് വിരിച്ചിട്ട് അതിലേക്ക് ചിക്കന് വെച്ച് കൊടുത്താണ് നല്ലോണം ഡ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സിലേക്ക് ചിക്കൻ മൊത്തത്തിലും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും നല്ലോണം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റെല്ലാം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഇനി ഇതാ ഞാൻ കവർ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എനിക്ക് ഫ്രൈഡ് ചിക്കനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഞാൻ 2-3 തരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബെല്ലാം നോക്കിയിട്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ അതാ നല്ലോണം കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ ആകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വേണമല്ലോ, അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും റെസിപ്പി. അപ്പം ഞാൻ റെസിപ്പി മൊത്തത്തിൽ കാണിക്കുന്നില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു 3 മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. എന്നിട്ട് ഇതാ തണുത്ത വെള്ളത്തിലേക്ക് ആ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് വെള്ളം ഊറ്റിയിട്ട് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇത് ഞാൻ സിബ്ലോ കവറിൽ ഫ്രീസറിൽ വെക്കാന്നിട്ടാ ചെയ്യുന്നുള്ളത്. കോൺഫ്ലോറിന് പ്രത്യേക അളവൊന്നുമില്ല, നമ്മൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഫുൾ പൊട്ടാറ്റമ്മ നല്ലോണം കവർ ചെയ്തിനാൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈഡ് ചിക്കൻ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതാ ഞാൻ രാവിലേന്ന് നമ്മൾ ചിക്കൻ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ, ഒരു 10 മണിയെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കുക തണുപ്പ് പോവാൻ. ഇനി നമുക്ക് കോട്ടിങ് ആവശ്യമുണ്ട്. 2 കോട്ടിങ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ആദ്യതാ ഡ്രൈ ആയിട്ടുള്ള കോട്ടിങ് ഉണ്ടാക്കുക. അതിനായിട്ട് 2 കപ്പ് മൈദ ഞാനിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്തിപ്പം കോൺഫ്ലോർ കുറവായതുകൊണ്ട് ഞാൻ 1/4 കപ്പ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മിക്സിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, കാര്യം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരിക്കലും കൂടി പോവേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും പപ്രിക്ക പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ റോസ്മേരി, ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ.
ഇനി ഇതെല്ലാം കൂടെ നല്ലോണം 2 മിനിറ്റ് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. മിക്സിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്ത കോട്ടിങ്ങിനുള്ള മാവ് ഉണ്ടാക്കട്ടെ. അതിനായിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സോഡയാണ് കേട്ടോ. സോഡ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ 2-3 ഫ്രൈഡ് ചിക്കനെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഈ സോഡ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ അതാ 1 കപ്പ് കറക്റ്റ് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഈ ഒരു മിക്സിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിക്കൻ സോക്ക് ചെയ്യാൻ വെക്കുമ്പം കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ടിട്ട് വെച്ചതാണ്. അപ്പം ഫസ്റ്റ് ഉണ്ടാക്കിയ കോട്ടിങ്ങിലും നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. ഇതിലും കറക്റ്റ് ഉപ്പിടാൻ നോക്കട്ടോ, കൂടി പോവാതെ നോക്കുക. എന്നിട്ടിതാ ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കട്ടോ. മുട്ട ആദ്യം നല്ലോണം മിക്സ് ആക്കണം. മുട്ടയും അതുപോലെ തന്നെ സോഡയും കൂടെ ഉപ്പും കൂടെ നല്ലോണം മിക്സ് ആക്കണം. അതിൻ്റെ ശേഷം വേണം മൈദ ചേർത്ത് കൊടുക്കാൻ. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. മൈദ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് 2 കോട്ടിങ്ങിനുള്ളതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. പിന്നല്ലേ ഞാൻ ഫ്രൈ ചെയ്യാത്ത ചട്ടിയില്ലേ അത് കുറച്ച് കൂടുതലായിന് കേട്ടോ. ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് പുതിയതാണ്, ഞാൻ കുറേ അതിന് ഉപയോഗിച്ചിട്ട്. അപ്പം ഞാനിപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൽ അതാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഏതായാലും ഞാൻ ആ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നിട്ട് ഞാനിതാ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസില്ലേ അതിതാ ഞാൻ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ ഓയിൽ. അതിൻ്റെ ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മാത്രം എന്താണെന്നറിയോ, പുതിയ ചട്ടി പുതിയതെല്ലാം ഞാൻ കുറച്ച് കൂടുതൽ കുറേ അതിന് യൂസാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടാണ്. പിന്നെ എനിക്കൊന്നും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടുന്നത്. അപ്പോൾ അത് കുളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കന് ഞാൻ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതുപോലെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആകാനും വേണ്ടിയിട്ടാണ്. ഇനി ആ വെള്ളം വേണ്ട കേട്ടോ, അത് നമുക്ക് ഒഴിവാക്കാം. ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി കോട്ടിങ് തുടങ്ങട്ടോ. ആദ്യം നമ്മളിതാ സോഡയും അതുപോലെ തന്നെ മുട്ടയും കൂടെ ഒഴിച്ച് വെച്ച ആ ഒരു മാവില്ലേ അതിലേക്ക് ആദ്യം ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് നമ്മളെ മൈദൻ്റെ ആ ഒരു കോട്ടിങ്ങില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മൈദൻ്റെ കോട്ടിങ്ങില്ലേ അത് നല്ലോണം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് നല്ലോണം മൈദ അതിമ പിടിപ്പിക്കട്ടോ. നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ കുടഞ്ഞ് തട്ടിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴാണ് കേട്ടോ ആ ഒരു സ്കിന്നുമ്മൽ ഇത് കണ്ട ഒരു ലെയർ പോലെ ഇങ്ങനെ ഒരു ചുളിവ് പോലെ വരുന്നു. അപ്പോൾ ഇതുപോലെ വരണം കേട്ടോ. നമ്മൾ ഫ്രൈഡ് ചിക്കനെല്ലാം കഴിക്കുമ്പോൾ അതിന് മുകളിൽ കാണില്ലേ, അപ്പം ഇതുപോലെ വരണം. നല്ലോണം കോട്ടിങ് കൊടുക്കട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യേറ്റ് മാവിൻ്റെ മിക്സിൽ മുക്കിയതിൻ്റെ ശേഷം പിന്നെ മൈദൻ്റെ മിക്സിൽ വേറൊരു കയ്യേറ്റ് അങ്ങനെ മുക്കിയാൽ മതിട്ടോ. അപ്പം 2 കൈമേലും കൂടെ ഇങ്ങനെ എന്താ പറയുക പൊടി ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒറ്റ കയ്യേറ്റ് തന്നെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം കൊട്ടി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ 3 ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ 3 ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് മാത്രം അപ്പക്കപ്പ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഒരു 3 പീസോ 2 പീസോ നിങ്ങൾ എത്ര ഫ്രൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാവില്ലേ അതിൽ നല്ലോണം ഇങ്ങനെ ഒട്ടിയിട്ട് പോകും കേട്ടോ. അപ്പം എന്താ പറയുക മാവെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പ്ലേറ്റിലെല്ലാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രം കോട്ടിങ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള 3 പീസ് കോട്ടിങ് ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ചട്ടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനുള്ള. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിയിൽ ഫുള്ളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ എപ്പോഴും യൂസ് ആക്കുന്നതാണ്. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹീറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുത്ത പാടന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് കളറ് ചേഞ്ച് ആകാൻ തുടങ്ങും. ആ ഒരു ടൈമിൽ മാത്രം മറിച്ചിട്ട് കൊടുക്കുക.
പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ലോണം ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവല. പിന്നെ ഞാനിപ്പോൾ എടുത്ത ചിക്കനില്ല കുറച്ച് വലുതാണ് കേട്ടോ. വലിയ ചിക്കൻ ഒരിക്കലും എടുക്കരുത്, ചെറിയ ചിക്കൻ എടുക്കുക. ഞാനിപ്പം ഇതാണ് കേട്ടോ കൊണ്ടുവന്നത്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ ചെയ്തതാണ്. എപ്പോഴും ടേസ്റ്റ് ചെറിയ ചിക്കനിലാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പം പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേ മെത്തേഡിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പ്രത്യേകിച്ചിട്ട് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ചങ്ങായിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ആൾക്കാർ. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പാർസൽ കൊടുത്തിട്ടുണ്ട് 2 പീസ്. ഇനിയിപ്പോൾ ഇതാ ഞാനും ഫാദും കൂടെ കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫ്രൈഡ് ചിക്കന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാകെ ചട്ടിയിൽ പിടിച്ചിട്ട് കൊളായിട്ടുണ്ടായിരുന്നു കേട്ടോ, പീസായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മൂടില്ലാതായിട്ടാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയല്ലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫാദുന് പിന്നെ ഫ്രൈഡ് ചിക്കന് ഇഷ്ടമാണ് കേട്ടോ, പറയണ്ട. അപ്പോൾ നമ്മൾ ഫാം ഇതാ അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാദും ചിക്കൻ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചിക്കൻ ഇട്ടുകൊടുത്തപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ അതാ ഞാൻ കാണിച്ചിരുന്നു പൊളിച്ചിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് പുറം ഭാഗം, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ചൂടോടുകൂടി കഴിക്കാനും കൂടെ മറക്കണ്ട. അപ്പം ഫ്രൈഡ് ചിക്കനെല്ലാം കഴിക്കാൻ മൂടായാൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഹസ്ബൻഡിനും ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനിതാ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഫാമി റോസ്റ്റഡ് ചിക്കൻ തിന്ന്